ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അരുൺ ശ്രീകുട്ടിയുടെയും അശ്വതിയുടെയും അടുത്തേക്ക് പോകാനായി റെഡിയാകുമ്പോൾ അങ്ങോട്ടേക്ക് വസുന്ധര വരികയാണ്. നീ വരുമെന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും നേരവും ഹാളിൽ കാത്തിരിക്കുകയായിരുന്നു. ശ്രീകുട്ടിയുടെ കാര്യം അറിയാൻ വേണ്ടിയായിരുന്നെന്ന് വസുന്ധര പറയുമ്പോൾ അരുൺ പറയുകയാണ്, ശ്രീകുട്ടിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല, മോളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഏത് ഹോസ്പിറ്റലിലാ? കുഞ്ഞിൻ്റെ ഒപ്പം ആരാ ഉള്ളത്? അതൊക്കെ നമ്മൾ അറിയണ്ടേ? നീ എന്താ ഹോസ്പിറ്റലിന്റെ പേര് പറയാത്തത്? ഞാനും അമൃതയും കൂടി കുഞ്ഞിന്റെ ഒപ്പം നിൽക്കില്ലായിരുന്നോ? അല്ലാതെ മോൾ അവിടെ ഒറ്റയ്ക്ക് അതൊന്നും ശരിയാകില്ലടാ. ഞാനും നിന്റെ ഒപ്പം വരുന്നുണ്ട്. എന്നെ നീയാ ഹോസ്പിറ്റലിലാക്കിയിട്ട് പോയേക്ക്. ഞാൻ മോളുടെ ഒപ്പം നിന്നോളാം. അത് വേണ്ടമ്മേ, ഇപ്പോൾ എന്നെ SI വിളിച്ചതേ ഉള്ളൂ. മോൾ അവിടെ ഓക്കെയാണ്. മോളെ നമ്മുടെ ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, എന്നാലേ ഞാൻ ഇപ്പോൾ ഓഫീസിലേക്ക് ചെല്ലാം. എനിക്ക് മോളെ കാണാൻ കൊതിയാകുന്നു. വേണ്ടമ്മേ, ഞാൻ പോയിട്ട് മോളെ ഇങ്ങോട്ടേക്ക് ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. അതൊന്നും വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് ചെന്ന് മോളെ കണ്ടോളാമെന്ന് പറഞ്ഞ് വസുന്ധര താഴേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ അരുൺ ഫോൺ എടുത്ത് അശ്വതിയെ വിളിക്കുകയാണ്. മോള് നല്ല ഉറക്കമാണെന്ന് അശ്വതി പറയുമ്പോൾ അരുൺ പറയുകയാണ്, അമ്മ കുറെ വട്ടം ചോദിച്ചപ്പോ മോള് ഓഫീസിലാണെന്നാ ഞാൻ പറഞ്ഞത്. അമ്മ ഇപ്പോ ഓഫീസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അബി, മോൾ അവിടെ ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. ഇപ്പോ എന്താ ചെയ്യുക എന്ന് അശ്വതി ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്, മോളെ റെഡിയാക്കി നിൽക്ക്, ഞാൻ വന്നിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോയിക്കോളാം. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. റെഡിയായിക്കൊണ്ടിരിക്കുന്ന ശ്യാമയുടെ അടുത്തേക്ക് ചെന്ന് ശ്യാമയുടെ സാരിയുടെ പ്ലീറ്റുകളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് അഖിൽ. തുടർന്ന് അഖിൽ പറയുകയാണ്, എന്നാലും ആരായിരിക്കും ജോൾസിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചത്? ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, എനിക്കാണോ ശത്രുക്കൾ ഇല്ലാത്തത്? അതെന്താണെങ്കിലും തന്റെ മാത്രം ശത്രുവല്ല, എന്റെയും കൂടിയാണെന്ന് അഖിൽ പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് ശ്യാമ. തുടർന്ന് അഖിൽ പറയുകയാണ്, തന്റെ ആദ്യത്തെ ആഗ്രഹം നിറവേറി. മ്യൂസിക് ഷോയില് താൻ വിന്നറായല്ലോ. ഇനി എന്താ ശ്യാമയുടെ ആഗ്രഹം? അത് പറ, കേൾക്കട്ടെ. ഒരു കമ്പനി അഖിൽ സാറിന് വേണ്ടി തുടങ്ങണം. പിന്നെ പാടാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പാടുകയും വേണം. അല്ലാതെ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ലേ എന്ന് അഖിൽ ചോദിക്കുമ്പോൾ വേറെ ആഗ്രഹങ്ങളോ അങ്ങനെയൊന്നുമില്ലെന്ന് ശ്യാമ പറയുന്നു. തുടർന്ന് അഖിൽ പറയുകയാണ്, എങ്കിലേ എനിക്കൊരാഗ്രഹമുണ്ട്. നമുക്ക് രണ്ടാൾക്കും ഓമനിക്കാൻ ഒരു കുഞ്ഞ്, അത് വേണം. കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അത് പിന്നെ അന്നാ ജോത്സ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഭയന്നു പോയതാ. പക്ഷെ ഇപ്പോ ശ്യാമയുടെ ഭയമൊക്കെ മാറിയില്ലേ എന്ന് അഖിൽ ചോദിക്കുമ്പോൾ എന്റെ ഭയമെല്ലാം മാറിയെന്ന് ശ്യാമയും പറയുന്നു. തുടർന്ന് അഖിൽ ശ്യാമയെ ചേർത്ത് പിടിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അതെ, ബിസിനസ് മീറ്റിന് പോകാനുള്ളതാ, നമുക്ക് പിന്നീട് പോയാ പോരെ? അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ പോണമെന്ന് ശ്യാമ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടി ഓഫീസിൽ വന്ന് നിൽക്കുന്നതാണ്. അതേസമയം ശ്രീകുട്ടിയെ തേടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വസുന്ധര വരുന്നു. വസുന്ധരയെ കണ്ട് മറഞ്ഞു നിൽക്കുകയാണ് ശ്രീകുട്ടി. അല്ല, അരുൺ പറഞ്ഞത് മോൾ ഇവിടെ ഉണ്ടാകുമെന്നാണല്ലോ, എന്നിട്ട് കണ്ടില്ലല്ലോ എന്ന് വസുന്ധര പറയുകയാണ്. പെട്ടെന്ന് പറ്റിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി ഓടിവന്ന് വസുന്ധരയെ കെട്ടിപ്പിടിക്കുകയാണ്. മോള് ഞങ്ങളെല്ലാവരെയും ഒരുപാട് വിഷമിപ്പിച്ചെന്ന് വസുന്ധര പറയുമ്പോ മുത്തശ്ശിക്ക് സങ്കടം വന്നോ എന്ന് ശ്രീകുട്ടിയും ചോദിക്കുന്നു. പിന്നല്ലാതെ, മോളെ എന്തോരം ഇഷ്ടമാണെന്നറിയാമോ മുത്തശ്ശിക്ക്? മോളെ പിടിച്ചോണ്ട് പോയവര് മോളെ ഒരുപാട് ഉപദ്രവിച്ചോ എന്നൊക്കെ വസുന്ധര ശ്രീകുട്ടിയെ മടിയിലിരുത്തി ചോദിക്കുകയാണ്. അതേസമയം ഇത് കണ്ടുകൊണ്ടുവരുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. എന്നെ അവര് ഭിക്ഷ എടുക്കാൻ കൊണ്ടു നടന്നു, എന്റെ കാല് തല്ലിയൊടിക്കാനും സിഗരറ്റ് വെച്ച് കണ്ണ് കുത്തിപ്പൊട്ടിക്കാനും ഒക്കെ ശ്രമിച്ചെന്ന് ശ്രീകുട്ടി പറയുമ്പോ ഇതെല്ലാം കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് വസുന്ധര. എന്റെ ഈശ്വര, ഞാനിത് എന്തൊക്കെയാ കേൾക്കുന്നതെന്ന് വസുന്ധര പറയുമ്പോ ശ്രീകുട്ടി പറയുകയാണ്, അവര് ഭക്ഷണം തരില്ല. ഇതൊന്നും ഞാൻ അരുൺ അങ്കിളിനോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറഞ്ഞാലേ അങ്കിളിനും അമ്മയ്ക്കും ഒരുപാട് വിഷമമാകും. അമ്മയ്ക്കോ എന്ന് വസുന്ധര ചോദിക്കുമ്പോ ശ്രീകുട്ടി പറയുകയാണ്, അതെ, അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്കും വിഷമമായേനെ. ഇതൊക്കെ കേൾക്കുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, അപ്പോ ശ്രീകുട്ടിക്കും അരുണിനും അശ്വതിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. തുടർന്ന് വസുന്ധര പറയുകയാണ്, മോളെ പിടിച്ചു കൊടുക്കാൻ ആരാണോ കൂട്ടുനിന്നത് അവരൊക്കെ എന്താണെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ തന്നെയും മുത്തശ്ശി ഇനി മോളെ ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല. അതേസമയം അരുണും വർമ്മയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. കാറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, മോളിനി താഴെയിരിക്ക്, മുത്തശ്ശിക്ക് കുറച്ച് ജോലിയുണ്ട്. എന്തൊക്കെയാ സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ വർമ്മ അകത്തേക്ക് വരുമ്പോ എന്തു പറ്റിയെന്ന് വസുന്ധര ചോദിക്കുന്നു. അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ്. ഞാൻ ഇവിടെ ഉണ്ടച്ചാ, ശ്രീകുട്ടിയെ കൊണ്ടുവന്ന കാര്യമല്ലേ അച്ഛൻ പറയുന്നത്, അത് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഐശ്വര്യ പറയുന്നു. തുടർന്ന് വർമ്മ പറയുകയാണ്, അതല്ല, നമുക്ക് വർഷങ്ങളായി സ്പൈസസ് എല്ലാം വിതരണം ചെയ്യുന്ന സഹകരണ സംഘവുമായിട്ട് എന്താ പ്രശ്നം? അവരിപ്പോ വിളിച്ചിരുന്നു, നമ്മളായിട്ടുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേൾക്കുന്ന വസുന്ധരയും ഐശ്വര്യയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഐശ്വര്യ, അവരാ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ എന്താ കാരണമെന്ന് അരുൺ ചോദിക്കുമ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് ഐശ്വര്യ പറയുന്നു. തുടർന്ന് വസുന്ധര പറയുകയാണ്, അവരെന്താണെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കില്ല. എന്നാലേ കാണിച്ചു.
എന്താ കാരണമെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഐശ്വര്യ വന്നേ, നമുക്കിപ്പോൾ തന്നെ അവരെ പോയി കാണാമെന്ന് വസുന്ധര പറയുന്നു. ഇത് കേൾക്കുന്ന ഐശ്വര്യ പതർച്ചയോടെ വസുന്ധരയെ നോക്കി ചോദിക്കുകയാണ്. അതമ്മേ, അമ്മ പോയാൽ പോരെ, ഞാൻ വരണോ? നീയും കൂടി വരണം, നീയാണ് ആ സൊസൈറ്റിയുമായിട്ടുള്ള എല്ലാ ഡീലിങ്സും നടത്തുന്നത്. തുടർന്ന് ഐശ്വര്യയുടെ പതർച്ച കാണുന്ന അരുൺ പറയുകയാണ്. ഐശ്വര്യ നല്ല ടെൻഷനില്ല, അവൾ എന്തോ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം വസുന്ധര ഐശ്വര്യയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയെ കാണാനായി വസുന്ധരയും ഐശ്വര്യയും കൂടി ചെന്നിരിക്കുന്നതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ആനന്ദവർമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് സെക്രട്ടറി പറയുമ്പോൾ അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് എനിക്കറിയണമെന്ന് വസുന്ധരയും പറയുന്നു. തുടർന്ന് സെക്രട്ടറി പറയുകയാണ്. അല്ല, നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് വെച്ച് 30 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ സ്പൈസസ് തന്നതിന് ശേഷം ക്യാഷ് സെറ്റിൽ ചെയ്യണമെന്നുണ്ട്. നിങ്ങളെന്താ അത് ഓർക്കുന്നില്ലേ? ഇത്രയും നാളായിട്ടും ഞങ്ങളത് ഡീസൻ്റായി തന്നെയല്ലേ നടത്തി വരുന്നതെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഞെട്ടലോടെ ഇരിക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് സെക്രട്ടറി പറയുകയാണ്. കുറേ നാൾ മുമ്പ് വരെ എല്ലാം നന്നായി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ മേഡം ചുമതലയേറ്റേ പിന്നെ ക്യാഷിൻ്റെ കാര്യം വലിയ പ്രശ്നത്തിലാ. പിന്നെ ലക്ഷങ്ങളാ പെൻഡിങ് ആയിട്ടുള്ള 3 മാസത്തെ പെൻഡിങ് തുകയെന്ന് പറയുമ്പോൾ മേഡം തന്നെ കൂട്ടി നോക്ക് എത്ര ലക്ഷമാണെന്ന്. മേഡം ചെയർപേഴ്സണോട് ചോദിക്ക്. ആളെ വിട്ടും ഫോൺ വിളിച്ചും ഞങ്ങളും അടുത്തു. 1 മാസമൊക്കെ കടം കൊടുക്കലാകാം, പക്ഷേ നിങ്ങളുടെ കമ്പനിയുടെ വിശ്വാസ്യത അതിനെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് ഞങ്ങൾ 3 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്തത്. സ്പൈസ് സപ്ലൈ തുടരണമെന്നും എത്രയും പെട്ടെന്ന് തുകയെല്ലാം അടച്ചു തീർക്കാമെന്നും വസുന്ധര പറയുമ്പോൾ സെക്രട്ടറി പറയുകയാണ്. ഇല്ല, നിങ്ങളുടെ കമ്പനിയുമായിട്ട് ഇനി ഞങ്ങൾക്ക് ഒരു ഡീലിങ്സും വേണ്ട. ഞങ്ങളുടെ കമ്പനി പുതിയതായി എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ആളുതെ ഞങ്ങളെയും കാത്ത് പുറത്തിരിപ്പുണ്ട്. മേഡം ദയവായി പോകണം, ഞങ്ങൾക്ക് കൂടുതലായി ഒന്നും പറയാനില്ലെന്ന് സെക്രട്ടറി പറയുമ്പോൾ അങ്ങോട്ടേക്ക് അഖിലും ശ്യാമയും കൂടി വരികയാണ്. അഖിലിനെയും ശ്യാമയും കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യയും വസുന്ധരയും. അഖിലിന്റെയും ശ്യാമയുടെയും കമ്പനിയുടെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ സമ്മതമാണെന്ന് സെക്രട്ടറി പറയുന്നു. അതേസമയം വസുന്ധര അഖിലിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്. നിങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ ഓഫീസിലേക്ക് വരണം. അത്രയും പറഞ്ഞ് വസുന്ധര കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ ഓഫീസാണ്. ഐശ്വര്യയും വസുവും കൂടി പോയിട്ട് എത്ര നേരമായി, ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് വർമ്മ പറയും. വസുന്ധരയും ഐശ്വര്യയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ദേഷ്യത്തോടെ വരുന്ന വസുന്ധരയും തല കുനിച്ചു വരുന്ന ഐശ്വര്യയും നോക്കുകയാണ് വർമ്മ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നൈസ് ക്രിയേഷൻസ്.